പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ മരവിപ്പിച്ച ഷിംല കരാർ എന്താണ്? 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം 1972 ജൂലൈ 2 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് ഷിംല കരാർ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ കാലങ്ങളായി തുടർന്നു വന്ന പല സംഘർഷങ്ങൾക്കും അവസാനം കുറിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു കരാർ. 1972 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഷിംലയിലെത്തി ഈ കരാറിൽ ഒപ്പുവെച്ചു. മൂന്നാമത് ഒരു കക്ഷിയുടെ ഇടപെടലോ മധ്യസ്ഥമോ ഇല്ലാതെ സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ഉഭയകക്ഷി ചർച്ചയിലൂടെയും തർക്കങ്ങൾ പരിഹരിക്കാമെന്ന് ഇരു രാജ്യങ്ങളും ഈ കരാറിലൂടെ സമ്മതിച്ചു. യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട പാകിസ്ഥാൻ തടവുകാരെ ഇന്ത്യ മോചിപ്പിച്ചത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ കരാറോടെ 1971 യുദ്ധത്തിന് ശേഷം നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ രേഖ ഇന്ത്യ പാക് നിയന്ത്രണ രേഖയായി അംഗീകരിക്കപ്പെട്ടു. പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇരു രാജ്യങ്ങളും ഏകപക്ഷീയമായി ഈ രേഖയിൽ മാറ്റം വരുത്തില്ലെന്ന് കരാറിൽ പറയുന്നു. കരാർ പ്രകാരം യുദ്ധസമയത്ത് ഇന്ത്യ പിടിച്ചെടുത്ത 13,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി പാകിസ്ഥാന് വിട്ടുകൊടുത്തു. എന്നാൽ ചോർബത്ത് താഴ്വരയിലെ തന്ത്രപ്രധാനമായ 883 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യ വിട്ടുകൊടുത്തില്ല. ബംഗ്ലാദേശിനെ പുതിയ രാജ്യമായി പാകിസ്ഥാൻ അംഗീകരിക്കുന്നതിൽ ഷിംല കരാറിന് വലിയ പങ്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിച്ച് കടുത്ത നടപടികളിലേക്ക് കടന്നതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഷിംല കരാർ മരവിപ്പിച്ചത്.